ആവോലി മീൻ കറി ഉണ്ടാക്കാം. അതിനായി ഒരു 800 ഗ്രാം, ഒരു വലിയ മീൻ 800 ഗ്രാം ഉണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കി സ്ലൈസായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 20 കുഞ്ഞുള്ളി ചതച്ചത്, ഒരു മീഡിയം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക് കീറിയത്, കുടംപുളി വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുക്, ഉലുവ, ലാസ്റ്റ് ചേർക്കാനായി ഒരുപാട് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് വെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായിലാണ് ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. അതിനായി കടായി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടുന്നതോടൊപ്പം 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ പൊട്ടിക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും, ഒരു 2 കറിവേപ്പിലയും. വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വാടുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. അത് ഇതോടൊപ്പം മിക്സ് ചെയ്യാം. പച്ചമണമൊക്കെ മാറുമ്പോൾ സൈഡിലാക്കി മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് ഈ ഓയിലിൽ ഒന്ന് മൂപ്പിക്കാം. എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് തക്കാളി എണ്ണ ചേർക്കാം. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. പാത്രത്തിൻ്റെ അടുപ്പുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. എല്ലാം കൂടെ ചേർത്തൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. കറി വേവുന്നതിന്, മീൻ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം. അത് വീണ്ടും കൂടെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം. വീണ്ടും ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും. അടപ്പം തുറക്കാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവോലി മീൻ ഓരോന്നായി പെറുക്കിയിടാം. ഇപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടിയത്തില്ല,
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചൊരു 10 to 15 മിനിറ്റ് വരെ വയ്ക്കാം. ഇടക്കൊന്ന് തുറക്കാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ ഏകദേശം ചെറുതായി ഒന്ന് വെച്ച് വയ്ക്കുന്നുണ്ട്. സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ചേർത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പ് ചേർക്കാം. കറിയെല്ലാം മുക്കി കുറുകിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അടച്ചിക്കാം. തണുത്ത ശേഷം നമുക്കൊരു സേവിങ് ബോളിലോട്ട് മാറ്റാം. അതുപോലെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സർവിംഗ് ബോളിലോട്ട് മാറ്റാം. അതിൻ്റെ അടപ്പം തുറക്കാം. ആ ഒരു മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സർവിംഗ് ബോളിലോട്ട് മാറ്റാം. അതുപോലെ മീൻ കറി റെഡി.